നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഒരു കൺഗ്രാജുലേഷൻ പറയട്ടെ. ഇന്നലത്തെ രാജീവേട്ടൻ്റെ മിന്നും പ്രകടനം കണ്ട് ഞാൻ അതിശയിച്ചു പോയി. സാറില്ലാത്ത ധൈര്യത്തിലാണോ അത്രയും സംസാരിച്ചത്? അങ്ങനെയൊന്നുമല്ല. നീ പറഞ്ഞതുപോലെ കമ്പനിയോട് കാണിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, രാജീവ് പറഞ്ഞു. കമ്പനിയോട് ഉത്തരവാദിത്തം കാണിക്കുന്നതൊക്കെ നല്ലത് തന്നെയാ. എന്നാൽ ഇതുപോലത്തെ ആൾക്കാരോട് പറയുമ്പോൾ കുറച്ച് സൂക്ഷിക്കേണ്ടതായിരുന്നു. ഇനി എന്തൊക്കെ കള്ളത്തരങ്ങളാ സാറിനോട് പറഞ്ഞു കൊടുക്കാന്നറിയില്ലല്ലോ. സാറിനോട് ഒരു കള്ളത്തരവും പറയാൻ വഴിയില്ല. കാരണം ഇവിടെ മുക്കിലും മൂലയിലും ക്യാമറ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ ക്യാമറ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷമേ സാർ ആക്ഷൻ എടുക്കുള്ളൂ. അക്കാര്യത്തിൽ എനിക്ക് പേടിയില്ല. അങ്ങനെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ആളല്ല സാർ. സാറിൽ എനിക്ക് വിശ്വാസമുണ്ട്, രാജീവ് പറഞ്ഞു. അത് രാജീവേട്ടൻ പറയുന്നത് വളരെ ശരിയാ. അങ്ങനെ എടുത്തുചാടി പ്രവർത്തിക്കുന്ന ആളെ അല്ല സാർ. വളരെ ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കൂ എന്ന് ഗൗരി പറഞ്ഞതിന് ശേഷം അവളുടെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന ആ താലിച്ചരടിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ മനസ്സിലോർത്തു. അയാളുടെ വീണ്ടു വിചാരമില്ലാത്ത എടുത്തുചാട്ടം കൊണ്ടാണല്ലോ ഒരു അഡ്രസ്സ് ഇല്ലാത്തവളായി ഞാനിപ്പോൾ ജീവിക്കുന്നത്. എന്നിട്ട് അവൾക്ക് ചെയ്യാനുള്ള വർക്കിൻ്റെ പേപ്പറുകൾ എടുത്ത് അവൻ്റെ മുന്നിലുള്ള ചെയറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഞാൻ പോട്ടെ. എനിക്ക് ഇന്നലത്തെ വർക്ക് കുറച്ച് പെൻഡിങ് ഉണ്ട്. ഇന്നലെ എന്തുപറ്റി വർക്ക് തീരാതിരിക്കാൻ? രാജീവ് ചോദിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം സാർ എവിടെ പോയതായിരിക്കുന്ന ടെൻഷനിൽ ഞാൻ എന്നോർക്കാതെ പറഞ്ഞു പോയത് ഗൗരി പെട്ടെന്ന് തിരുത്തി. സാർ ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണല്ലോ ഞാൻ ക്യാബിനിൽ ചെന്നത്. അപ്പോഴാണല്ലോ അഞ്ജലി മാഡം വഴക്കുണ്ടാക്കിയത്. അതിനുശേഷല്ലേ അവിടെ പ്രശ്നങ്ങളുണ്ടായത്, ഗൗരി അതീവ വെപ്രാളത്തോടെ പറഞ്ഞു നിർത്തി. ആ സമയത്ത് രാജീവിൻ്റെ ടേബിളിലിരുന്ന ഫോൺ ശബ്ദിച്ചു. ഒരു മിനിറ്റ് ഗൗരി, ഗൗരിയോട് പറഞ്ഞുകൊണ്ട് രാജീവ് ഫോൺ അറ്റൻഡ് ചെയ്തു. രാജീവ് മെയിൽ കണ്ടില്ലേ? മറുവശത്ത് ദേവൻ്റെ ഗൗരവമുള്ള ശബ്ദം കേട്ട് രാജീവ് വേഗം മെയിൽ ചെക്ക് ചെയ്തു നോക്കി. കണ്ടു സർ. റിപ്ലൈ കൊടുക്കാൻ എന്തുകൊണ്ട് വൈകി? അതുകൊണ്ടല്ലേ അവർ വീണ്ടും മെയിൽ ചെയ്തിരിക്കുന്നത്. ആദ്യം ചെയ്യാനുള്ള ജോലികൾ ചെയ്തു തീർക്ക്, എന്നിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ, ദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഓക്കെ സർ. ഗൗരി അവിടെ ഉണ്ടോ? ദേവൻ ചോദിച്ചു. ഉണ്ട് സർ. അവളോട് എൻ്റെ ക്യാബിനിലേക്ക് വരാൻ പറയൂ. ശരി സർ. ഫോണിലൂടെയുള്ള സംഭാഷണം അവസാനിപ്പിച്ച് രാജീവ് റിസീവർ തിരികെ വെച്ചു. തുടർന്ന് രാജീവ് ഗൗരിയോട് ചോദിച്ചു, ഒരു റിസോർട്ടിൻ്റെ ഫയൽ അയക്കാനുണ്ടായിരുന്നല്ലോ, അത് ഇന്നലെ നീ അയച്ചില്ലായിരുന്നോ? അത് റീഗൽ റിസോർട്ടല്ലേ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. അത് പെൻഡിങ്ങാ, ഗൗരി മറുപടി നൽകി. അവർ മെയിൽ അയച്ചിട്ടുണ്ട്. ആ വർക്ക് വളരെ പെട്ടെന്ന് ചെയ്തു കൊടുക്കേണ്ടതാ. പേപ്പർ അയച്ചു കൊടുത്ത ശേഷം അവരത് പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രമേ വർക്ക് കൺഫേം ആവൂ. അതുകൊണ്ട് ആ ഫയൽ ഇന്ന് തന്നെ അയക്കണം, മറക്കരുത്, രാജീവ് ഓർമ്മിപ്പിച്ചു. അതിനെക്കുറിച്ച് ചോദിക്കാനാവും സാറ് നിന്നെ വിളിക്കുന്നുണ്ട്. അവർ സാറിന് മെയിൽ അയച്ചിട്ടുണ്ട്. വർക്ക് പെൻഡിങ് ആയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് കാരണം പറയും, ഗൗരി ആലോചനയോടെ ചോദിച്ചു. വഴക്കുണ്ടായ കാര്യം പറയണ്ട, മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞാൽ മതി, രാജീവ് നിർദ്ദേശിച്ചു. അത് കേട്ട് ഗൗരി അവിടുന്ന് പോന്നു. ആ സമയത്താണ് അഞ്ജലി വല്ലാതെ സങ്കടത്തോടെ ദേവൻ്റെ ക്യാബിനിലേക്ക് ചെന്നത്. അഞ്ജലിയുടെ മുഖം കണ്ടതും ദേവൻ ചോദിച്ചു, എന്തുപറ്റി അഞ്ജലി, മുഖം വല്ലാതിരിക്കുന്നല്ലോ? അവൾ ദേവൻ്റെ മുന്നിലുള്ള ചെയറിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. മനസ്സിന് വല്ലാതൊരു ഭാരം അനുഭവപ്പെടുന്നു ദേവൻ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഓഫീസിൽ ഉണ്ടാവില്ലല്ലോ എന്നോർത്ത്. അതുണ്ടാകും മാഡം. ഇനി ജോലി നിർത്തി വീട്ടിലിരുന്നാലും കുറച്ച് ദിവസം അതുണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. എടുത്ത തീരുമാനം മാറ്റൊന്നും വേണ്ട, രവി അഞ്ജലിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. രവി കളിയാക്കുകയാണെന്ന് മനസ്സിലായെങ്കിലും അഞ്ജലി മറുത്തൊന്നും പറയാൻ പോയില്ല. ദേവൻ രവിയെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞു, നീ പുറത്തു പോ. ഇല്ല, ഞാൻ മിണ്ടാതിരുന്നോളാം എന്ന് പറഞ്ഞ് രവി മിണ്ടാതിരുന്നു. അഞ്ജലി, നീ ഇവിടുന്ന് പോകണമെന്ന് എനിക്ക് ഒട്ടും നിർബന്ധമില്ല. എന്നാ നീ തന്നെയാ അന്ന് അതെല്ലാം എന്നെക്കൊണ്ട് ചെയ്യിച്ചത്. ഇല്ല ദേവൻ, എൻ്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. എൻ്റെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ട്, എനിക്കത് മനസ്സിലായി. ഞാൻ റിസൈൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അതിൽ ഒരു മാറ്റവും ഇല്ല. എങ്കിലും ഇവിടുന്ന് പോണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം, അഞ്ജലി പറഞ്ഞു. അഞ്ജലി, നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയാൽ മാത്രം മതി. നീ റിസൈൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഇല്ല ദേവൻ, ഇനി എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയാലും അതാരും വിശ്വസിക്കില്ല. എന്നെ സംശയത്തോടെ കാണൂ. എല്ലാവരുടെയും മനസ്സിൽ എന്നെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാടായിരിക്കില്ല. അതെല്ലാം ഞാൻ സ്വയം വരുത്തി വച്ചതാ.
ഞാൻ അതിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്, അഞ്ജലി വലിയ വിഷമത്തോടെ പറഞ്ഞു. അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ് അഞ്ജലി എന്ന് ദേവൻ പറഞ്ഞതും ഗൗരി ഡോറിൽ മുട്ടിയ ശേഷം ഡോർ തുറന്ന് അകത്തേക്ക് നോക്കി. ദേവൻ ഗൗരവത്തോടെ ഗൗരിയെ നോക്കി പറഞ്ഞു, നീ കുറച്ച് കഴിഞ്ഞിട്ട് വാ. ഗൗരി പോകാൻ തുടങ്ങിയതും അഞ്ജലി വളരെ ശാന്തമായി പറഞ്ഞു, വേണ്ട ഗൗരി, ഓഫീസ് കാര്യങ്ങൾ ആദ്യം നടക്കട്ടെ, നീ അകത്തേക്ക് വാ. എന്നിട്ട് അഞ്ജലി ദേവനോട് പറഞ്ഞു, പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം ദേവാ. എനിക്ക് നിന്നോട് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാലോ. ഓഫീസ് കാര്യങ്ങൾ പെൻഡിങ് വരുത്തുന്നത് നിനക്കിഷ്ടമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി അവിടെ നിന്ന് എഴുന്നേറ്റു. ഗൗരി ക്യാബിനുള്ളിലേക്ക് കയറിയതും അഞ്ജലി അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. അത് കണ്ടു ഗൗരിക്ക് അത്ഭുതമായി. അഞ്ജലി ഗൗരിയെ കടന്നു പോകുമ്പോൾ മനസ്സിലോർത്തു, സംസാരിക്ക്, അധിക ദിവസം നീ ഇവിടെ ഉണ്ടാവില്ല. അഞ്ജലി മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് ഗൗരി അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. ശേഷം ദേവന്റെ അടുത്തേക്ക് നടന്നു. ദേവനെയും രവിയെയും മാറി മാറി നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു, മാനസാന്തരം വന്നോ? ദേവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, നിന്റെ വർക്ക് എത്രത്തോളം പെൻഡിങ് ഉണ്ട്? അത് കുറച്ചുണ്ട്. എന്തേ, തീർക്കാൻ സമയമുണ്ടായിരുന്നില്ലേ? അത്രയ്ക്ക് വർക്ക് കൂടുതലായിരുന്നു നിനക്ക്? ദേവൻ ചോദിച്ചു. വർക്ക് കൂടുതലുണ്ടായിരുന്നത് കൊണ്ടല്ല, ഗൗരി പറഞ്ഞു തുടങ്ങിയതും ദേവൻ തടസ്സപ്പെടുത്തി പറഞ്ഞു. പിന്നെ ചെയ്യണ്ടെന്ന് വിചാരിച്ചോ? അല്ല, ഗൗരി മറുപടി നൽകി. പിന്നെ എന്തുകൊണ്ട് വർക്ക് പെൻഡിങ് വെച്ചു? ദേവൻ ദേഷ്യത്തോടെ ചോദിച്ചു. ഗൗരിക്ക് പേടി തോന്നി. അവൾ രവിയെ ഒന്ന് നോക്കിയ ശേഷം തല താഴ്ത്തി നിന്നു. എന്നോട് തർക്കിക്കാൻ 100 നാവായിരുന്നല്ലോ നിനക്ക്, ഇപ്പം നാവൊക്കെ ഇറങ്ങിപ്പോയോ? ദേവൻ ദേഷ്യത്തോടെ ചോദിച്ചു. പേടിയോടെ അവൻ്റെ മുഖത്തൊന്ന് നോക്കിയ ശേഷം ഗൗരി വീണ്ടും തല താഴ്ത്തി നിന്നു. സാർ, വിട്ടേക്ക്, അവൾ വർക്ക് തീർത്തോളും. രവി ഇടപെട്ടു. നീ മിണ്ടാതിരിക്കടാ, ഓഫീസ് കാര്യങ്ങളിൽ നീ ഇടപെടേണ്ട, ദേവൻ ദേഷ്യത്തോടെ രവിയോട് പറഞ്ഞു. തുടർന്ന് ഗൗരിയോട്, ഏതു നേരം അവൻ്റെ ക്യാബിനുള്ളിൽ പോയിരുന്ന നിന്റെ വർക്ക് എങ്ങനെ തീരാനാ എന്ന് ചോദിച്ചു. അത് കേട്ട് ഗൗരി ഞെട്ടലോടെ ദേവനെ നോക്കി. ഇന്നലെ ഞാൻ ഓഫീസിലേക്ക് വരുമ്പോൾ നിന്നെ സീറ്റിൽ കണ്ടില്ല. ഇന്നും അങ്ങനെ തന്നെ. വർക്ക് ചെയ്യേണ്ട സമയത്ത് വർക്ക് ചെയ്യണം, അല്ലാതെ. ദേവൻ പറഞ്ഞു നിർത്തിയതും ഗൗരി ദേഷ്യത്തോടെ പറഞ്ഞു. നിർത്തുന്നുണ്ടോ? ഞാൻ രാജീവേട്ടൻ്റെ ക്യാബിനിൽ പോയിരുന്നു എന്നത് സത്യം തന്നെയാ. കുറച്ചു നേരം സംസാരിച്ചിരിക്കുകയും ചെയ്തു. അത് നിങ്ങളുടെ കാമുകി ഇവിടെ വന്നിരുന്ന് പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നത് പോലെയല്ല. മുഖത്തെ ക്ഷീണം കണ്ടപ്പോൾ എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചു. വർക്ക് കൂടുതലായതിനാൽ രാവും പകലും കമ്പനിക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ച് ഉറക്കം പോലും ഇല്ലെന്നായിരുന്നു പറഞ്ഞത്. പണിയെടുക്കുന്നവരെ കഴുതകളെ പോലെ പണിയെടുപ്പിക്കുക, അല്ലാത്തവരെ നേരം പോക്കിന് വിളിച്ചു വരുത്തി സുഖവിവരങ്ങൾ അന്വേഷിക്കുക, ഇതല്ലേ സാറിൻ്റെ ജോലി? ഗൗരി ചോദിച്ചു. ദേഷ്യത്തോടെ ദേവൻ എഴുന്നേറ്റുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. ശബ്ദം താഴ്ത്തടി. ഞാൻ എന്തിനാ ശബ്ദം താഴ്ത്തുന്നത്? ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. നന്നായി വർക്ക് ചെയ്യുന്നവർ ചെയ്തുകൊണ്ടേയിരിക്കുക. അവരെ സഹായിക്കാൻ സാർ ഒന്നും ചെയ്യുന്നില്ല. രാജീവേട്ടൻ ഒരു അസിസ്റ്റൻറ്റിനെ കൊടുത്തൂടെ? ഒരു പണിയും ചെയ്യാതിരിക്കുന്നവർക്ക് ആവശ്യമില്ലാതെ ഒരു അസിസ്റ്റൻറ്റിനെ കൊടുത്തതല്ലേ. ഈ ക്യാബിനുള്ളിൽ തനിച്ചിരിക്കാൻ സാറിന് പേടിയുണ്ടോ? ഇയാൾ എന്തിനാ ഒരു പണിയില്ലാതെ എപ്പോഴും ഇതിനുള്ളിൽ ഇരിക്കുന്നത്? കോശി സാർ ഇല്ലാത്തതല്ലേ. ഇയാൾക്ക് രാജീവേട്ടനെ സഹായിച്ചൂടെ? ഗൗരി ചോദിച്ചു. എടി, ഇപ്പം നീ എൻ്റെ നേരെയായോ ആക്രമണം? രവി ചോദിച്ചു. ഞാൻ ആരെയും ആക്രമിച്ചതല്ല, കാര്യങ്ങൾ പറഞ്ഞതാ. നിന്റെ ഒരു കാര്യം പറച്ചില്. നീ സാറിനെ ചോദ്യം ചെയ്യാറായോ? നീയാണോ ഇവിടുത്തെ ബോസ്, അതോ സാറോ? രവി അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. സാറ് തന്നെ ബോസ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇതെല്ലാം സാറിനോട് വന്ന് പറഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ സ്വയം ആക്ഷൻ എടുക്കുമായിരുന്നു എന്ന് രവിയോട് പറഞ്ഞ ശേഷം അവൾ ദേവനോട് ചോദിച്ചു. ഇതല്ലാതെ സാറിന് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പോയിട്ട് ജോലിയുണ്ട്. ദേവൻ ഒന്നും പറയാതെ ദേഷ്യത്തോടെ ഗൗരിയെ നോക്കി പല്ലുകടിച്ച് നിൽക്കുന്നത് കണ്ട് ഗൗരി മുഖം വെട്ടിച്ച് അവൻ്റെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് പോയി. ദേവൻ അവൻ്റെ സീറ്റിൽ ചെന്നിരുന്ന് ഫോൺ എടുത്ത് രാജീവിനെ വിളിച്ചു. രാജീവ്, ഉച്ചയ്ക്ക് ശേഷം സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്. എല്ലാ സ്റ്റാഫിനെയും ഇൻഫോം ചെയ്തേക്ക്.